നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 47 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇന്ന് നമുക്ക് 48ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. കാളിന്ദീ തീരമാർഗേ വനഭുവി പശുപന്മാരുമൊന്നിച്ചുമെല്ലേ ഗോവൃന്ദം മേച്ചുമേ വീടിന ഭുവനപതേ കൃഷ്ണകാരുണ്യ സിന്ധോ. ആകുന്നേനല്ല തൃക്കാലടിയൊടണവതിന്നാശു ഞാനെന്തു ചെയ്വൂ, മോഹം നീങ്ങും പ്രകാരം വഴിതരിക വിഭോ വാമഗേഹാധിവാസിൻ. കാളിന്ദീ തീരമാർഗേ വനഭുവി പശുപന്മാരുമൊന്നിച്ചു. കാളിന്ദീ തീരത്തുള്ള ആ വനപ്രദേശത്തുകൂടി പശുപന്മാരോടുകൂടി ഗോപാല ബാലന്മാരോടുകൂടി മെല്ലെ ഗോവൃന്ദം മേച്ചുമേ വീടിന ഭുവനപതേ, ആ ഗോക്കളുടെ കൂട്ടത്തിനെ, ഗോവൃന്ദം പശുക്കൂട്ടത്തിനെ മേച്ച് നടക്കുന്ന അല്ലയോ ലോകനാഥ ഭുവനപതേ കൃഷ്ണ കാരുണ്യവാരിധേ. വാരിധി സമുദ്രം, കരുണാസമുദ്രമേ. ആകുന്നേനല്ല, എനിക്ക് ആകുന്നില്ല. എന്താണ് ആവാത്തത്? തൃക്കാലടിയോടണവതിന്, ആ തൃക്കാൽകളിൽ ചെന്നു ചേരാൻ, അതായത് അങ്ങയിൽ വന്ന് ലയിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്തു ചെയ്വൂ? ആശു ഞാൻ എന്തു ചെയ്വൂ? ഇപ്പോൾ വേഗത്തിൽ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? മോഹം നീങ്ങും പ്രകാരം, എൻ്റെ ആ ബുദ്ധിയില്ലായ്മ, മോഹം, അജ്ഞത, അത് നീക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു വഴി തരിക വിഭോ വാമഗേഹാധിവാസിൻ. അതിനൊരു വഴി എനിക്ക് കാണിച്ചു തരണം എൻ്റെ ഇടത്തുപുറത്തപ്പ വാമഗേഹാധിവാസി എന്ന് വിളിക്കുകയാണ്. അതായത് വൃന്ദാവനത്തിലെ കാളിന്ദി നദിയുടെ തീരത്തുള്ള ആ വനപ്രദേശത്തുകൂടി പശുക്കളെ മേച്ചുകൊണ്ട് ഗോപാലകന്മാർക്കൊപ്പം താമസിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണനായ ഇടത്തുപുറത്തപ്പ, അവിടുന്ന് എൻ്റെ മനസ്സിലെ എല്ലാ അജ്ഞതയും നീക്കിത്തരയണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ആക്കം കലർന്ന തിരുമേനി വിഴുങ്ങുവാനായി കൊക്കും പിളർന്നു വലിയോരു ബകം വരുമ്പോൾ ചിക്കൻ അവന്നുഗതി നൽകി വിനോദമോടെ ശക്രന്നു മോദമരുളീടിന തേ നമോസ്തു. ഇവിടെ ഈ ശ്ലോകത്തില് കംസന്റെ ആജ്ഞ അനുസരിച്ചിട്ട് കൃഷ്ണനെ വധിക്കാൻ പക്ഷിരൂപിയായിട്ട് വന്ന ബകാസുരന്റെ കഥയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ആക്കം കലർന്ന തിരുമേനി വിഴുങ്ങുവാനായി. ആക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗി, ഐശ്വര്യം എന്നൊക്കെയാണ് അർത്ഥം. ആ ഭംഗിയോടുകൂടിയ ആ തിരുമേനി, അവിടുത്തെ ആ ദേഹം വിഴുങ്ങുവാനായിട്ട് കൊക്കും പിളർന്നു വലിയൊരു ബകം വരുമ്പോൾ, വലിയ ബകത്തിന്റെ രൂപത്തിലാണ് അസുരൻ വന്നത്. ബകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്ക്. ആ കൊക്ക്, അതിൻ്റെ കൊക്ക് അതിങ്ങനെ പിളർന്ന് വെച്ചിട്ട് കൃഷ്ണനെ വിഴുങ്ങാനായിട്ട് വരികയാണ്. അപ്പൊ എന്താ ചെയ്ത? ചിക്കൻ അവനു ഗതി നൽകി വിനോദമോടെ, കളിയായിട്ട് വളരെ ലാഘവത്തോടു കൂടിയിട്ട് ആ പക്ഷിക്ക് ഗതിയെ നൽകി. ഗതി എന്ന് വെച്ചാൽ മോക്ഷം കൊടുത്തു. അതായത് അതിനെ കൊന്നു. അങ്ങനെ കൊന്നിട്ട് ശക്രൻ എന്ന് വെച്ചാൽ ഇന്ദ്രന് മോദമരുളീടിന, മോദം സന്തോഷം നൽകിയ തേ നമോസ്തു, ഇങ്ങനെയൊക്കെയുള്ള അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഇവിടെ ഈ ബകാസുരൻ പൂതനയുടെ സഹോദരനാണല്ലോ. അപ്പൊ കംസന്റെ നിയോഗം അനുസരിച്ചിട്ടാണ് കൃഷ്ണനെ കൊല്ലാൻ വന്നതെങ്കിലും
ബകാസുരൻ നല്ല ദേഷ്യമുണ്ട്. എൻ്റെ സഹോദരി ആ പൂതനയെ കൊന്നിട്ടുള്ള ആ കൃഷ്ണനെ ഞാൻ വകവരുത്തും എന്ന് വിചാരിച്ചിട്ടാണ് കൊക്കിന്റെ രൂപത്തില് കാളിന്തി തീരത്ത് വന്നു നിന്നത്. അപ്പോൾ നല്ല വേനൽക്കാലത്തെ ഉച്ച സമയമായിരുന്നു. അപ്പോൾ ചോറും കറികളൊക്കെ മരക്കൊമ്പുകളിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട് ഇവര്. അപ്പം അതൊക്കെ കഴിച്ചിട്ട് കൃഷ്ണനും കൂട്ടുകാരും കൂടിയിട്ട് കൈ കഴുകാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് കാളിന്തി നദിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് വഴിയിൽ ഇങ്ങനെ ഭീമാകാരമായിട്ടുള്ള ഈ പക്ഷിയെ കണ്ടത്. കണ്ടപ്പോൾ ഇതെന്താ വെളുത്തിട്ടുള്ള വല്ല പർവ്വതാണോ, കൈലാസ പർവ്വതം പോലെ വലുതായിട്ട് കിടക്കുന്നത് വെളുത്ത വല്ല പർവ്വതാണോ? അല്ല, അതിൻ്റെ 2 ചിറകുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പണ്ട് പർവ്വതങ്ങളിലെ ചിറകുകള് ഇന്ദ്രൻ മുറിച്ചു കളഞ്ഞിരുന്നു, ആ ഒരു കഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പർവ്വതമല്ല എന്ന് ഉറപ്പാണ്. എന്തായാലും വെള്ളം കുടിച്ചില്ലെങ്കിലും വേണ്ട, വേഗം തിരിച്ചു പോവാൻ നമുക്ക് എന്ന് വിചാരിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കണ്ട, ഞാനൊന്ന് അടുത്ത് ചെന്ന് നോക്കട്ടെ, എന്താന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ കൃഷ്ണനെ അടുത്ത് കിട്ടിയപ്പോൾ സന്തോഷിച്ചു ബകാസുരൻ, തൻ്റെ ഇംഗിതം സാധിച്ചുല്ലോ. അപ്പോൾ കൃഷ്ണനെ വിഴുങ്ങാനായിട്ട് ആ നീണ്ട വളഞ്ഞ കൊക്കങ്ങട് വിടർത്തിയിട്ട് മുന്നോട്ട് വരികയാണ്. എന്നിട്ട് ആ കൃഷ്ണനെ കൊത്തിയെടുത്ത് വിഴുങ്ങാൻ തുടങ്ങുകയാണ്. കൃഷ്ണനെ വിഴുങ്ങാൻ തുടങ്ങിയതാണോ അതോ കൃഷ്ണൻ ആ കൊക്കിൻ്റെ വായിലേക്ക് കയറിയതാണോ ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഇത് കണ്ടപ്പോൾ അവിടെയുള്ള ഗോപബാലന്മാരൊക്കെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷി വിഴുങ്ങിയതോ കൃഷ്ണനെ എന്ന് വിചാരിച്ചിട്ടാണ് ഉറക്കെ കരയുന്നത്. എന്നാ കൃഷ്ണനോ ബകാസുരന്റെ വായിൽ പ്രവേശിച്ചപ്പോൾ തന്നിൽ അന്തർഭൂതമായിരിക്കുന്ന ആ അഗ്നിനെ പുറത്തേക്ക് എടുത്തു എന്നാണ് പറയുന്നത്. ആ അഗ്നിയുടെ കഠിനമായിട്ടുള്ള ആ ചൂട് കൊണ്ട് ഈ ബകാസുരന്റെ വായും തൊണ്ടയൊക്കെ ഭസ്മാവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേദന കൊണ്ട് ആ കൊക്ക് വീണ്ടും പിളർന്നു നിന്നു. അപ്പോൾ കൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടപ്പോൾ കൊത്തി കീറിയിട്ട് കൊല്ലാം എന്ന് വിചാരിച്ചിട്ട് ഈ ബകാസുരൻ വീണ്ടും അടുത്തേക്ക് ചീറി വരികയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ഉണ്ണിക്കണ്ണൻ തൻ്റെ ചെറിയ കൈകളെ കൊണ്ട് കൊക്കുകൾ രണ്ടും, ആ പക്ഷിയുടെ കൊക്കുകൾ രണ്ടും പിടിച്ച് അകറ്റി അങ്ങോട്ട് വലിക്കുകയാണ്. അങ്ങനെ കീറിയ ശരീരം 2 ഭാഗമായിട്ട് വലിച്ചെറിഞ്ഞു എന്നാണ് കഥ. കൃഷ്ണന് ആപത്തൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ആ ഗോപബാലന്മാർക്കൊക്കെ സന്തോഷമായിട്ട് കൃഷ്ണനെ വന്ന് കെട്ടിപ്പിടിച്ചു, ചിലർ നമസ്കരിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവിടെ അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്, ചിക്കൻ അവനു ഗതി നൽകി വിനോദമോടെ, വളരെ കളിയായിട്ടാണ് കൃഷ്ണൻ അവന് മോക്ഷം കൊടുത്തത്. ആ പക്ഷിക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല എന്നർത്ഥം, ഒരു കളിയായിട്ടാണ് അവനെ കൊന്നത്. എന്നിട്ട് ആ ദേവന്മാർക്കൊക്കെ സന്തോഷം കൊടുത്തു. അതാണ് ഇന്ദ്രന് സന്തോഷം നൽകിയ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞത്. ദേവന്മാർക്കൊക്കെ സന്തോഷമായി. അസുരന്മാരെ ഓരോരുത്തരായിട്ട് കൃഷ്ണൻ വധിക്കുകയല്ലേ, പൂതനയുടെ കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ കുറെ പേരെ പറഞ്ഞുല്ലോ. അപ്പോൾ ഈ ബകാസുരനെ വധിച്ച കഥയാണ് അങ്ങനെ ഈ ശ്ലോകത്തിലൂടെ പൂന്താനം തിരുമേനി പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. പീലിക്കാർമുടി കാൽത്തളിർ പൊടിയുമേറ്റൊട്ടൊട്ടഴിഞ്ഞങ്ങിനെ താളത്തിൽ കുഴലും കുബേരനടയും ഗോപാലരും ഗോക്കളും ബാലസ്ത്രീകളുഴന്നു വന്നു വഴിയിൽ പാർക്കുന്ന സൗഭാഗ്യവും മേളത്തോടെഴുന്നള്ളിടുന്നൊരു ദിനം കണ്ടാവു കൺകൊണ്ടു ഞാൻ. പീലിക്കാർമുടി കാൽത്തളിർ പൊടിയുമേറ്റ് ഒട്ടൊട്ടഴിഞ്ഞങ്ങിനെ, മയിൽപ്പീലി ചാർത്തിയിട്ടുള്ള ആ കറുത്ത മുടി ഒട്ടൊന്ന് അഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതാണ് ഒട്ടൊട്ടഴിഞ്ഞങ്ങിനെ, ആ മുടി കുറേശ്ശെ അഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാൽത്തളിർ പൊടിയുമേറ്റ്, ശരീരത്തിൽ ആ തളിര് പോലുള്ള ആ കാലില് പൊടിയേറ്റിട്ടുണ്ട് മേലാസകലം. രാവിലെ പശുക്കളെയും കൊണ്ട് മേയ്ക്കാൻ പോയതാണ് കാട്ടിലേക്ക്, എന്നിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ മേലൊക്കെ
എല്ലാവരും കൂടി നടക്കല്ലേ, പൊടി പാറിയിട്ട് മേലൊക്കെ പൊടിയായിട്ടുണ്ട്. രാവിലെ ഭംഗിയിൽ കെട്ടിവെച്ച് പോയതാണ് മുടി. അതൊക്കെ ഒന്ന് അഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ താളത്തിൽ കുഴലും ഓടക്കുഴൽ വായിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം അത് കേട്ടിട്ട് ഗോപാലകന്മാരും പശുക്കളും ഒക്കെ അങ്ങനെ എല്ലാവരും അത് കേട്ട് സന്തോഷിച്ച് ഇങ്ങനെ നടന്നു വരികയാണ്. ആ നടത്തം കുബേര നടയും, വളരെ പ്രൗഢിയോടെ പ്രതാപത്തോടെ ഉള്ള നടത്തം. കൂടെ കുറേ ഗോപബാലന്മാരും പിന്നെ മുൻപില് പശുക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഓടക്കുഴൽ വായിച്ചിട്ടുള്ള ആ കൃഷ്ണന്റെ വരവാണ്, തിരിച്ചു വരികയാണ്. അപ്പോൾ വരുമ്പോൾ കൃഷ്ണൻ രാവിലെ പോയതാണേ. അപ്പൊ കാണാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവിടുത്തെ ഗോപസ്ത്രീകളെ, ഗോപബാലികമാര്. അപ്പൊ അവര് ബാലസ്ത്രീകൾ ഉഴന്നു വന്നു വഴിയിൽ പാർക്കുന്ന സൗഭാഗ്യവും, ആ ഗോപബാലികമാര് ഉഴന്നു വന്ന് പരിഭ്രമിച്ചിട്ട് കൃഷ്ണന്റെ ഓടക്കുഴൽ കേട്ടപ്പോൾ ആ കൃഷ്ണൻ വരുന്നുണ്ട് എന്ന് മനസ്സിലായി കൊതിയോടെ ഓടി വന്നിട്ട് വഴിയിൽ കാത്തു നിൽക്കുകയാണ് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്. അവരുടെ ആ സൗഭാഗ്യം, ഇതൊക്കെ ഇങ്ങനെയുള്ള ആ മേളത്തോട് എഴുന്നള്ളിടുന്നൊരു ദിനം, ഇങ്ങനെയൊക്കെയുള്ള ആ വരവ്, കണ്ണന്റെ വരവുണ്ടല്ലോ, ഇതൊക്കെ എല്ലാം ചേർന്നിട്ടുള്ള ആ മേളത്തിലുള്ള ആ എഴുന്നള്ളത്ത്, ആ വരവ്, ഒരു ദിനം കണ്ടാവു കൺകൊണ്ടു ഞാൻ, ഒരു ദിവസമെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ, എൻ്റെ കണ്ണുകൾക്ക് ആ കാഴ്ച കാണാനുള്ള ഭാഗ്യം എന്നെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആശിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ പൂന്താനം തിരുമേനി. ഇനി നമുക്ക് ഈ 3 ശ്ലോകങ്ങൾ ഒന്നും കൂടി ചൊല്ലാം. കാളിന്ദീ തീരമാർഗേ വനഭുവി പശുപന്മാരുമൊന്നിച്ചുമെല്ലേ ഗോവൃന്ദം മേച്ചുമേ വീടിന ഭുവനപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ. ആകുന്നേനല്ല തൃക്കാലടിയൊടണവതിന്നാശു ഞാൻ എന്തു ചെയ്വൂ, മോഹം നീങ്ങും പ്രകാരം വഴിതരിക വിഭോ വാമഗേഹാധിവാസിൻ. ആക്കം കലർന്ന തിരുമേനി വിഴുങ്ങുവാനായി കൊക്കും പിളർന്നു വലിയോരുപകം വരുമ്പോൾ ചിക്കൻ അവന്നുഗതി നൽകി വിനോദമോടെ ശക്രന്നു മോദമരുളീടിന തേ നമോസ്തു. പീലിക്കാർമുടി കാൽത്തളിർ പൊടിയുമേറ്റൊട്ടൊട്ടഴിഞ്ഞങ്ങിനെ താളത്തിൽ കുഴലും കുബേരനടയും ഗോപാലരും ഗോക്കളും ബാലസ്ത്രീകളുഴന്നു വന്നു വഴിയിൽ പാർക്കുന്ന സൗഭാഗ്യവും മേളത്തോടെഴുന്നള്ളിടുന്നൊരു ദിനം കണ്ടാവു കൺകൊണ്ടു ഞാൻ. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ